ഒരുവിധം എല്ലാ മാച്ചിലും രാജസ്ഥാൻ കളി ജയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒറ്റ മാച്ച് മാത്രമേ രാജസ്ഥാനെ പിഴച്ചിട്ടുള്ളൂ. അതും ജയിക്കേണ്ട മത്സരമായിരുന്നു. അവസാനമാണ് കൈവിട്ടുപോയത്. എന്തായിരിക്കും രാജസ്ഥാന്റെ രാജതന്ത്രം? ഇപ്പോൾ ഇതാ കോച്ച് സംഘകാര അത് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് പഞ്ചാബിനെതിരെ ജയിച്ച ശേഷമാണ് സംഘകാര ആ സത്യം തുറന്നു പറഞ്ഞത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പഞ്ചാബ് പോലും രാജസ്ഥാന്റെ മുന്നിൽ നാണം കെട്ടു. അത്ര മികച്ച ബൗളിംഗ് ആണ് രാജസ്ഥാൻ ഇന്ന് പുറത്തെടുത്തത്. ഈസി ആയിട്ടാണ് രാജസ്ഥാൻ കളി ജയിച്ചത്. അവർക്ക് പഞ്ചാബ് ഒരു എതിരാളി പോലുമല്ലായിരുന്നു. ഇന്ന് കളി ജയിച്ച ശേഷം സംഘക്കാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: രാജസ്ഥാൻ ഇപ്പോൾ ഇങ്ങനെ കളി ജയിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം സഞ്ജു ആണ്. ഞാനും സഞ്ജുവും പ്ലാൻ ചെയ്തിട്ടാണ് ഓരോ മാച്ചിന് മുന്നേയും ഇറങ്ങുന്നത്. അവന് കാര്യങ്ങൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നേക്കാൾ കാര്യങ്ങൾ അവനറിയാം. ചില സമയത്ത് അവനാണ് എനിക്ക് തന്ത്രങ്ങൾ ഉപദേശിച്ചു തരുന്നത്. ഞാൻ അവനോട് പറയാറുണ്ട്, നിനക്ക് എങ്ങനെയാണ് ഇത്ര മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്? ഒരു ക്യാപ്റ്റനായിട്ട് നീ അധിക നാളായിട്ടില്ല. ഇത്രയും പെട്ടെന്ന് നീ എങ്ങനെ ഇതെല്ലാം പഠിച്ചു? ചില സമയങ്ങളിൽ സഞ്ജു പറയുന്നത് കേട്ട് ഞാൻ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം സഞ്ജു എക്സ്പീരിയൻസ് ആയ ഒരു ക്യാപ്റ്റൻ അല്ല. ധോണി, രോഹിത് ഒക്കെ ഇതുപോലെ പറയുകയാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാം. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. എന്നാൽ സഞ്ജു അവരെക്കാൾ വ്യത്യസ്തനാണ്. സഞ്ജു രാജസ്ഥാന്റെ ക്യാപ്റ്റൻ ആയ ശേഷമാണ് രാജസ്ഥാൻ ടീം ഇപ്പോൾ മാറിയിരിക്കുന്നത്. രാജസ്ഥാൻ ടീമിൽ കോച്ചിനല്ല, പ്രധാനമായിട്ടും സ്ഥാനം സഞ്ജുവിന് തന്നെയാണ്. രാജസ്ഥാന്റെ എല്ലാ വിജയങ്ങൾക്കും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഞ്ജുവിനാണ്. സഞ്ജുവിന്റെ തന്ത്രങ്ങൾ അത്രയും മികച്ചതാണ്. സഞ്ജു ഇപ്രാവശ്യം കപ്പ് നേടുമെന്നാണ് ഞാൻ കരുതുന്നത്. രാജസ്ഥാൻ വീണ്ടും ഒരു മാച്ചും കൂടി ജയിച്ചിരിക്കുകയാണ്. അതിൽ സന്തോഷമുണ്ടെന്നും സംഘകാര വ്യക്തമാക്കി. ഇപ്പോഴാണ് ആരാധകർക്ക് കാര്യം മനസ്സിലായത്. സഞ്ജു രാജസ്ഥാന്റെ ക്യാപ്റ്റനായിട്ട് അധിക വർഷമായിട്ടില്ല. സഞ്ജു ക്യാപ്റ്റനായ ശേഷം രാജസ്ഥാൻ വെച്ചടി കയറ്റമാണ്. അതുപോലത്തെ പ്രകടനമാണ് പുറത്തെടുക്കുന്നത്. ഈ IPL തന്നെ ഒരു മാച്ച് മാത്രമേ രാജസ്ഥാൻ തോറ്റിട്ടുള്ളൂ. ബാക്കി എല്ലാ മാച്ചും ജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ 95% രാജസ്ഥാൻ പ്ലേ ഓഫിലെത്തി. എന്തായാലും പഞ്ചാബ് ഇന്ന് നാണം കെട്ടിരിക്കുകയാണ്. രാജസ്ഥാൻ പഞ്ചാബിനെ അടിച്ചോടിച്ചു. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.